വിവാദ ലേഖനത്തിൽ അനുനയത്തിന് പോവുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരമാണ് വരുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് തരൂരിനെ വിളിപ്പിച്ചിരിക്കുന്നു. നോബൽ മാരിക്കാരുണ്ട്. നോബൽ, തരൂർ ദില്ലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ സംസാരിക്കാൻ പോവുകയാണല്ലേ? വിനിത, അങ്ങനെ തന്നെയാണ്. ശശി തരൂരിനെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് വിളിപ്പിച്ച് ചർച്ചകളുടെ നിലവിലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും ആ വസതിയിൽ സോണിയാഗാന്ധിയുടെ വസതി ഉണ്ടാകും. അവിടെ നടത്തി പ്രധാനമായും നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുക എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പലതവണയും ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്താൻ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുന്നില്ല എന്നൊരു വിവാദം, അത്തരത്തിലൊരു വിമർശനം ശശി തരൂർ ഉന്നയിച്ചിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ വിവിധ വിഷയങ്ങളിൽ ശശി തരൂർ ആശയത്തിന് അതീതമായി നിലപാട് പറയുകയും പാർട്ടിക്ക് അതീതമായി നിലപാട് പറയുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ശശി തരൂരിനെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കെ സി വേണുഗോപാലും ആ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ചർച്ചകൾ നടത്തി സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ ശശി തരൂരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ സോണിയാഗാന്ധിയുടെയും അതോ രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിച്ച് ശശി തരൂരിനെ പാർട്ടിയുടെ ലൈനിലേക്ക് എത്തിക്കുക, അദ്ദേഹത്തിന്റെ അതൃപ്തികൾ എല്ലാം മാറ്റുക എന്നതും ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിയാണ് തരൂർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് നഷ്ടപ്പെട്ട അധികാരം പിടിക്കാൻ വേണ്ടി നേതാക്കൾ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ CPM ഉൾപ്പെടെ പ്രശംസിച്ചുകൊണ്ട് ഒരു നിലപാട് എടുക്കുന്നു തരൂർ. ആ നിലപാട് വലിയ തരത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും നിലവിലത്തെ ഈ നിലപാട് മാറ്റത്തിലേക്ക് തരൂരിനെ എത്തിക്കുക, പാർട്ടിയുടെ ലൈനിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോബൽ കഴിഞ്ഞ ദിവസം ജയറാം രമേശ് കൃത്യമായി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. വ്യക്തിപരമായി എന്താണ് തരൂരിന്റെ നിലപാട് എന്നതല്ല, പാർട്ടി പറയുന്നതിനപ്പുറമില്ല കാര്യങ്ങൾ എന്നതാണ്. എങ്ങനെയായിരിക്കും ശശി തരൂർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ UDF-നെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സർക്കാരിനെ പുകഴ്ത്തുന്ന നിലപാട്, ഒപ്പം മോദിയെ സ്തുതിക്കുന്ന നിലപാട്, അതിലൊക്കെ തന്നെയും എങ്ങനെയാണ് ശശി തരൂർ ഹൈക്കമാൻഡിന് മുന്നിൽ വിശദീകരിക്കാൻ പോകുന്നത്? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറം ശശി തരൂർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലവിൽ പാർട്ടിക്ക് തരത്തിലുള്ള അതൃപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സോണിയാഗാന്ധിയും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ശശി തരൂർ. പക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലോ അത്തരത്തിൽ ഒരു പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നൊരു ആശങ്ക, അത്തരത്തിലുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രശ്നം അദ്ദേഹം ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ, ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതിലൂടെ അദ്ദേഹത്തിന്റെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂർ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ഒരു നീണ്ട ചർച്ചകളിൽ കാര്യങ്ങൾ പോകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അതല്ലെങ്കിൽ തരൂരിന് പറയാനുള്ള കേട്ടതിന് ശേഷം ഒരു തീരുമാനം, അതായത് ഹൈക്കമാൻഡ് പക്ഷേ ശശി തരൂരിന് ഒരു ഉറപ്പുകൾ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എന്താണെങ്കിലും അത്തരത്തിൽ അതിന്റെ ഒരു ഭാഗമായി തന്നെയായിരിക്കും ഈ ചർച്ച. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകുകയാണെങ്കിൽ പക്ഷേ തരൂർ നിലവിലത്തെ ഈ പടപ്പുറപ്പാട് നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. ശശി തരൂർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ്, സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിർണായകമായൊരു കൂടിക്കാഴ്ച, നിർണായകമായൊരു ചർച്ച എന്ന് തന്നെ നമുക്കിതിനെ വിലയിരുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത്, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ വിമർശിക്കുമ്പോഴാണ് മോദി സ്തുതിയുമായി ശശി തരൂർ ലേഖനം എഴുതുന്നത്. BJP ഇതൊരായുധമാക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ജയറാം രമേശ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ശശി തരൂരിന്റെ വ്യക്തിപരമായ നിലപാടല്ല, പാർട്ടി നിലപാട് എന്ത് എന്നതാണ് പ്രാധാന്യം. എന്ന ഏറ്റവും വലിയ ചർച്ച, വിവാദം ഒക്കെ തന്നെ നടക്കുന്നത് ഇങ്ങ് കേരളത്തിലാണ്. ഇന്നലെ കോൺഗ്രസ് മുഖപത്രത്തിൽ പോലും കൃത്യമായി അത് വ്യക്തമാക്കിയതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തരുത്,
പകൽ മുഴുവൻ വെള്ളം കോരി സന്ധ്യയ്ക്ക് കല മുടക്കരുത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. നോബൽ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിയണം എന്ന് UDF ചെയർമാൻ തന്നെ MM ഹസൻ തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന നേതാക്കൾ ഒന്നടങ്കം പറയുകയും ഹൈക്കമാൻഡിന് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെയല്ല. ശശി തരൂരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, പാർട്ടി ലൈനിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയായിരിക്കുമോ ഇത്തരത്തിൽ അങ്ങോട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്? തീർച്ചയായും നിലവിലത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി എത്രയും വേഗം ഈ ശശി തരൂരിന്റെ നിലപാടുകൾ മയപ്പെടുത്തി അദ്ദേഹത്തെ പാർട്ടിക്ക് നിലപാടിലേക്ക് എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ എത്തിച്ചില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കും എന്നത് സ്വാഭാവികമാണ്. ഒരു വിശ്വപുരുഷൻ എന്ന അത്തരം പരിവേഷമൊക്കെ തരൂരിന് കോൺഗ്രസ് തന്നെയാണ് പല ഘട്ടങ്ങളിൽ നൽകിയത്. പക്ഷെ ആ തരൂർ കോൺഗ്രസ് ലൈനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾ CPM അടക്കമുള്ള പാർട്ടി അവർക്കെതിരെ കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് ദേശീയ തലത്തിലും അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശനം നടത്തിയ മോദിയുടെയും ട്രംപിന്റെയും കൂടിക്കാഴ്ചയെ വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കുന്ന ഒരു കാഴ്ചയാണ് ശശി തരൂർ നടത്തിയത്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു നിലപാട് തരൂർ എടുത്തത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കി. കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ നിലപാടല്ല പങ്കുവച്ചത്. ഈ മോദി ട്രംപ് കൂടിക്കാഴ്ചയെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്ന ഘട്ടത്തിൽ പോലും ശശി തരൂർ വ്യക്തമാക്കി നൽകുന്ന കൂടിക്കാഴ്ചയാണ് മോദി അമേരിക്കയിൽ പോയി ട്രംപുമായി നടത്തിയത് എന്നതാണ്. വ്യാപാര കരാറുകളടക്കം എടുത്ത നിലപാടുകളെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു അത്തരത്തിൽ മോദിയുടെ യാത്രയെയും തരൂർ അത്തരത്തിൽ പ്രശംസിച്ചത്. സ്വാഭാവികമായും പാർട്ടി ഒരു പ്രധാനപ്പെട്ട നിലപാടെടുത്ത് നിൽക്കുമ്പോൾ ശശി തരൂർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതിൽ ദേശീയ നേതൃത്വം വലിയ തരത്തിൽ വെട്ടിലാവുകയും ചെയ്തിരുന്നു. കാരണം ഏത് തരത്തിലായിരിക്കും അത് പ്രതിഫലിക്കാൻ പോകുക എന്ന് കൃത്യമായി തന്നെ അറിയാം. കാരണം മോദിക്കെതിരെ എടുക്കുന്ന നിലപാടിൽ പാർട്ടിക്കകത്ത് രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നത് അത് തീർച്ചയായും കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നങ്ങൾ BJP ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തരത്തിൽ സമ്മർദ്ദത്തിൽ പാർട്ടിയെ എത്തിക്കുമെന്ന് ദേശീയ നേതാക്കൾക്ക് ഉൾപ്പെടെ അറിയാം. അതിന്റെ ഭാഗമായി അന്ന് ജയറാം രമേശ് അടക്കമുള്ളവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം വ്യക്തിപരമായ അഭിപ്രായത്തിന് അപ്പുറമാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വലിയ പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ നെഹ്റു കുടുംബം കൃത്യമായി തന്നെ വീക്ഷിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ പോലും കേരളത്തിലുള്ള MP ആണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെ സംസ്ഥാന കോൺഗ്രസിലെ സാഹചര്യത്തെ നേതാക്കൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ശശി തരൂർ ഇങ്ങനൊരു നിലപാടെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയ നേതൃത്വം അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവരുടെയും മുന്നിലേക്ക് അതിവേഗം എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ സങ്കീർണത പാർട്ടിക്ക് അവിടെ കേരളത്തിൽ ഉണ്ടാക്കും എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതിന്റെ ഭാഗമായി തന്നെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ തന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം സോണിയാഗാന്ധി നമുക്കറിയാം ഇന്നിപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിൽ പദവികളിലൊന്നും സോണിയാഗാന്ധി ഇല്ലെങ്കിൽ പോലും പാർട്ടിക്ക് ഒരു അവസാന വാക്കാകാൻ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം കഴിയും. ആ പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധിയുടെ വസതി ശശി അദ്ദേഹത്തിന് പറയാനുള്ള കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലവിലത്തെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ആശങ്കകൾക്കെല്ലാം ഒരുപക്ഷെ അവസാനം ഇട്ട് പാർട്ടിയുടെ ഒപ്പം അദ്ദേഹത്തിന് നിർത്തി ഇനി വരും ദിവസങ്ങളിൽ വിവാദം മുന്നോട്ട് കൊഴുക്കാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട FB പോസ്റ്റ് വരെ വലിയ വിവാദത്തിലേക്ക് പോയതൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ആ പ്രശ്നമൊക്കെ എത്രയും വേഗം പരിഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.